കാരവനിലെ AC-യിൽ നിന്നുണ്ടായ ലീക്കേജ് കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇരുവരും മരിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും പോലീസിന് വ്യക്തമായത്. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് സംഘം എന്നിവരെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കി. കാരവനിൻ്റെ ക്യാബിൻ ഭാഗത്തുള്ള ക്യാമറയും പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ സാങ്കേതിക വിദഗ്ധരെത്തി കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്യും. എല്ലാ ടീമുണ്ട്. പോലീസിൻ്റെ സയൻറ്റിഫിക് എക്സ്പേർട്ട് ഉണ്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഉണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്, അതുപോലെ തന്നെ RTO ടീമുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ശ്വാസം തടസ്സം കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം എടപ്പാളിൽ നിന്നും കണ്ണൂരിലേക്ക് വിവാഹ സംഘവുമായി പോയതായിരുന്നു വാഹനം. തിരിച്ചു വരുന്നതിനിടയ്ക്ക് വടകര കരിമ്പനപ്പാലത്തിന് സമീപം വാഹനം നിർത്തുകയായിരുന്നു. തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ വാഹനയുടമ മലപ്പുറം സ്വദേശി നാസർ വടകരയിലുള്ള സുഹൃത്തു വഴിയാണ് അന്വേഷിച്ചെത്തിയിരുന്നത്. വാഹനത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് എത്തി വാതിൽ തുറക്കുകയായിരുന്നു. ഒരാൾ വാതിൽ പടിയിലും മറ്റൊരാൾ കാരവാനിൻ്റെ അകത്തും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. മനോജ് ചേട്ടന് ഇതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ആയതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ബോഡിയിൽ കൂടുതലായിട്ട് അങ്ങനെ മരണം സംഭവിച്ചാലും കൂടുതലായിട്ട് അങ്ങനെ എഫക്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ജോയിൽ ആ കിടന്നെടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് മൊത്തത്തിൽ രക്തത്തിൽ കുളിച്ച ഒരവസ്ഥയായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വടകര പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.